നഗരത്തിലിതാ കൊലപാതകങ്ങളും പോക്സോ കേസുകളും ഒക്കെ കുത്തനെ ഉയർന്നുവെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. 2025-ൽ 292 പോക്സോ കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. 2 വർഷത്തിനിടെ 83 കൊലപാതകങ്ങൾ ഉണ്ടായിരിക്കുന്നു, 810 പീഡനങ്ങളും. എന്നാൽ മോഷണ കേസുകളുടെ എണ്ണത്തിൽ കുറവ് വന്നു എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. മനീഷ് മഹിവാലാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. മഹീഷ്, ആലോചിച്ചാൽ തന്നെ ഞെട്ടിക്കുന്ന കണക്കുകളാണ്. അതിൽ കൊലപാതക കേസുകളുടെ എണ്ണം, പോക്സോ കേസുകളുടെ എണ്ണം ഒക്കെ കുത്തനെ ഉയർന്നിരിക്കുകയാണ്, ചിന്തിക്കാൻ കഴിയുന്നതിലപ്പുറം. വിനീത, ജില്ലാ സാമ്പത്തിക സ്ഥിതി വിവര കണക്കനുസരിച്ചാണ്, ആ വിഭാഗത്തിന്റെ കണക്കനുസരിച്ചാണ് നിലവിൽ ഇങ്ങനെ കുത്തനെ കുറ്റകൃത്യങ്ങൾ തലസ്ഥാന നഗരത്തിൽ കൂടുന്നുവെന്ന കണക്കുകൾ പുറത്തു വരുന്നത്. പ്രത്യേകിച്ചും വാഹന അപകടങ്ങൾ കൂടി, അതായത് കുറ്റകൃത്യങ്ങൾ മാത്രമല്ല വാഹന അപകടങ്ങളിലെ കണക്ക് കൂടുതൽ കൂടി ഇത്തരത്തിൽ ഗണ്യമായ വർധനമുണ്ടാകുന്നുവെന്നാണ് കണക്കുകൾ കാണിക്കുന്നത്. അതിൽ പോക്സോ കേസുകളുടെ എണ്ണം കൂടുന്നു. അത് 810 കേസുകൾ 2024-ലും 2025-ലും ആകെ 810 പീഡന കേസുകൾ റിപ്പോർട്ട് ചെയ്തതിൽ 292 കേസുകൾ പോക്സോ കേസുകളാണ് എന്നുള്ള ഏറ്റവും ഗുരുതരമായിട്ടുള്ള സംഭവം. അതിൽ പോക്സോ കേസുകളിലും 12 വയസ്സിൽ താഴെയുള്ള കേസുകളുള്ളത് 150ഓളം കേസുകളാണ്. അത്രത്തോളം ഗുരുതരമായ സ്ഥിതിയിലേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷേ നിലവിൽ മോഷണ കേസുകൾ നഗരത്തിൽ രാത്രികാലങ്ങളിൽ അടക്കമുള്ള പോലീസിന്റെ പെട്രോളിംഗ് ശക്തമാക്കിയതിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം എന്നാണ് നിലവിൽ അത്തരത്തിലുള്ള അനുമാനങ്ങൾ വരുന്നത്. അതായത് മോഷണ കുറ്റകൃത്യങ്ങൾ കുറയുന്നുണ്ട്, ഒപ്പം തന്നെ മോഷണ പരമ്പരകൾ കൂടുന്നതിൽ, അതായത് 100 മോഷണങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ അതിൽ ഏകദേശം 80%, 80 കേസുകളെങ്കിലും പിടിക്കുന്നുണ്ട്, പ്രതികളെ പിടികൂടാൻ പോലീസിനാകുന്നുണ്ട് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് തന്നെ മോഷണ കേസുകളുടെ എണ്ണം കുറയുന്നുണ്ട്. തട്ടിക്കൊണ്ടുപോകൽ കേസുകൾ 23 എണ്ണമായിരുന്നു 2024 റിപ്പോർട്ട് ചെയ്തെങ്കിൽ അത് 2025-ൽ അത് 40 കേസുകളായി ഉയർന്നു. പിടിച്ചുപറി കേസുകൾ 112-ൽ നിന്നും അതിനുശേഷം പിന്നീട് ഉയർന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വാഹന അപകടങ്ങളുടെ കേസുകളാണെങ്കിൽ കൂടി 2024-ൽ 5772 കേസുകളായിരുന്നെങ്കിൽ അത് 6045 കേസുകളായി. ഈ റോഡുകളുടെ ശോച്യാവസ്ഥയാണ് ഇത്തരത്തിൽ വാഹന അപകടങ്ങൾ കൂടാൻ കാരണം. പക്ഷേ വാഹന അപകടങ്ങളിൽ 2023-നേക്കാൾ മരണനിരക്ക് വാഹന അപകടങ്ങൾ കുറയുന്നുവെന്ന സാമ്പത്തിക സ്ഥിതി ഇവരെ കണക്കുകൂടി പുറത്തു വന്നിട്ടുണ്ട്. വിനീത, ശരി, വ്യക്തമാണ്. മനീഷ് മഹിവാലാണ് വിശദാംശങ്ങൾ നൽകിയത്.